യേശു കർത്താവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ദേവാലയത്തിലേക്ക് പോകുന്നു. മുമ്പും പിമ്പും വലിയ പുരുഷാരം അവന് ജയ് വിളിക്കുന്നു. സ്വാഭാവികമായിട്ടൊന്ന് ഓർത്ത് നോക്കിയേ, അവർ രാജാവെന്ന് വിളിക്കുന്നവൻ ഒരു കഴുതപ്പുറത്ത് പോകുന്നതിൽ അവർക്ക് നാണമില്ലേ? രാഷ്ട്രീയ പാർട്ടികളുടെ ഘോഷയാത്രകൾ നടക്കുമ്പോൾ അവരുടെ നേതാവ് ഓട്ടോറിക്ഷയിൽ വന്നാലോ പെട്ടിയോട്ടയിൽ വന്നാലോ അണികൾക്കൊരു ആവേശം പോയില്ലേ? പക്ഷെ ഇവിടെ ആവേശം കൂടുക. കാരണം ഇരിക്കുന്ന വാഹനത്തിലല്ല, സഞ്ചരിക്കുന്ന വാഹനത്തിലല്ല ഇരിക്കുന്നവനെ അവർക്ക് മനസ്സിലായി. നീ ഒരു മണ്ടനായിരിക്കാം, കഴുതയെ പോലെ ആയിരിക്കും, നാട്ടുകാരും വീട്ടുകാരും കഴുതയെന്ന് വിളിക്കുന്നവനായിരിക്കാം, പക്ഷെ വരേണ്ടവൻ നിന്റെ അകത്ത് വന്നാൽ നിന്റെ വില കൂടും. പിന്നെ നിന്റെ ദാരിദ്ര്യമോ നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ കുടുംബമഹിമയല്ല, വന്നവന്റെ മഹത്വം, അതിൽ നിനക്ക് പേര് കിട്ടും. രണ്ടാമത്തെ ദൂതം എന്താണ്? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഇവരുടെയൊക്കെ ഉടുപ്പ് ഈ കഴുതയുടെ പുറത്തിട്ടെന്ന. അപ്പം പത്രോസിന്റെ ഉടുപ്പിട്ട കഴുത. പത്രോസ് പറയുന്നത് ഞാനിപ്പോഴേ കഴുതയായി എന്ന് പറഞ്ഞാൽ ഇവനെ മനസ്സിലാക്കണമെങ്കിൽ, ഇവന്റെ നിറവ് കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ തല കൊണ്ട് അന്വേഷിച്ചാൽ കിട്ടുകയില്ല. തല എഴുതിയിട്ടുണ്ട്. യേശു കർത്താവ് ഒരു അത്തിവൃക്ഷം കണ്ടു. ആ അത്തിവൃക്ഷത്തെ നോക്കി പണ്ടത്തെ കാലത്ത് ഹിപ്പി എന്ന് പറഞ്ഞ ഒരാൾക്കാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം മെലിഞ്ഞിരിക്കും, തല മാത്രം വലുത്. യേശു കർത്താവ് നോക്കുമ്പോൾ ഒരു ഹിപ്പി അത്തിമരം നിൽക്കുന്നു. യേശു കർത്താവ് ചെന്നു, ഫലമുണ്ടോ നോക്കിയില്ല, ശപിച്ചു. സീസൺ അല്ലായിരുന്നു, എന്നാലും ശപിച്ചു. കാരണം എന്താ പറയുമ്പോൾ തല വലുതാക്കി എന്തുകൊണ്ടെന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുക. പ്രാർത്ഥനക്കാരനാണെന്ന് കാണിക്കുന്നവനെയാണ് കർത്താവ് ശാസിക്കുന്നത്. ഫലമില്ലെങ്കിൽ തല കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവനെ ശാസിച്ചു. അവൻ സീസണായിട്ടാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. വർഷത്തിൽ 3 പ്രാവശ്യം പള്ളി പോകും. ശാസിച്ചു, ഉണങ്ങിപ്പോയി. ഇത് സ്പിരിച്വാലിറ്റി. അവൻ നിന്റെ മേൽ, നീ അവൻ്റെ മേൽ, നീ അവനിൽ, അവൻ നിന്നിൽ ഫലം പുറപ്പെടുവിക്കും. ആവശ്യമുള്ളപ്പോൾ ഫലം പുറപ്പെടുവിക്കും. ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാം. നിറവിനാൽ ലോകത്തിന് അനുഗ്രഹമാകാം.